ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു റിസോർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മൂന്നാർ വട്ടവടയിലെ ചിലന്തിയാറുള്ള ജിപ്സീസ് പാരഡൈസ് എന്ന 10 ക്യാമ്പിംഗ് സൈറ്റിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് ജിപ്സീസ് പാരഡൈസ്. നമുക്കിവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ കാണാം ഇടത് സൈഡിലായിട്ട് ക്യാമ്പ് ഫയറും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടെൻറ്റും കാര്യങ്ങളും എല്ലാം താഴെയാണ്. പിന്നെ എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയുടെ അന്തരീക്ഷമാണ്. മൊത്തത്തിലൊരു ഭയങ്കര വന്യതയാണ് ഇവിടെ. നമ്മളൊരു കാട്ടിനകത്ത് കയറി താമസിച്ചാൽ അങ്ങനെ ആ ഒരു ഫീൽ, അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്ഥലം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കുറേ ടെൻസൊക്കെ കാണുന്നുണ്ട്. ടെന്റ് നമുക്ക് 30 പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ട്. റൂമിൽ 7-8 പേർക്ക് നോർമലി സ്റ്റേ ചെയ്യാം. ഇല്ല, ആകെ ഉള്ളത് ഈ റൂം സ്പേസ്. ബാക്കിയുള്ളത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ച് ചെയ്തേക്കുന്ന ടെന്റ് പ്ലസ് താഴെ പിന്നെ ഗ്രൂപ്പ് ഒക്കെ വരുമ്പോൾ അഡ്ജസ്റ്റ് ഗ്രൂപ്പ് വരുമ്പോൾ ഇവിടെ 10-12 പേരൊക്കെ അഡീഷണൽ പറ്റിട്ട് സിംഗിൾ ഗ്രൂപ്പ് ആണ് മാക്സിമം 30. പാക്കേജ് വരുന്നത് 2 പാക്കേജാണ്. 1200 പെർ ഹെഡ് ടെന്റിന്. റൂം വരുമ്പോൾ 1600. ഇതാണ് റൂം. ഇതാണ് റൂം. എത്ര പേർക്കുള്ളത്? നോർമലി ഒരു 7-8 പേർക്ക് പോകും. അഡീഷണൽ ബെഡ് ഇട്ടാൽ കൂടുതൽ ആളുകൾ 10-12 ആളുകൾ വരെ പോകാൻ പറ്റും. അപ്പൊ ടെന്റിനും ഇതിനൊക്കെ ഒരേ ഇതാണോ? ഫുഡ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. നെയ്ച്ചോറും ചിക്കൻ കറി. രാവിലെ വരുമ്പോൾ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. മോസ്റ്റ്ലി ഇഡ്ഡലി, സാമ്പാർ, പുട്ട്, മുട്ടക്കറി അങ്ങനെ. റൂമിൽ ലൈറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ കൂടെ പുറത്തൊന്നും ഒരു പ്രത്യേക ഇതിലാണ് വെട്ടം അതിനകത്തേക്ക് വരുന്നത്. സന്ധ്യ ആകാറായെങ്കിലും ആ ഒരു സ്പേസിൻ്റെ വെളിയിലത്തെ ആ നോട്ടം, ആ ഒരു എന്താണ് പറയേണ്ടത്, വല്ലാത്തൊരു വെട്ടമാണ് വരുന്നത്. മൊത്തത്തിൽ ഇരുണ്ട അന്തരീക്ഷമാണ് പുറത്തെങ്കിലും വേറൊരു ഭംഗിയാണ്. ഇത് 8 പേർക്ക് കിടക്കാവുന്ന ബെഡാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അഡീഷണലായിട്ട് 2-3 പേർക്ക് കൂടെ കിടക്കാൻ പറ്റുന്ന ബെഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം 10-13 പേർക്കും ഇവിടെ സുഖമായിട്ട് കിടക്കാവുന്ന ഒരു റൂമാണിത്. ട്രൈബൽ വില്ലേജുകളാണ്. 3-4 കുടികളുണ്ട്. പോകാൻ പറ്റും മുന്നോട്ട്. ഇങ്ങോട്ട് നമുക്ക് അവിടെ ഇറങ്ങാം. അവിടെ നമ്മുടെ ചെറിയൊരു ട്രക്കിംഗ് റൂട്ട് ഉണ്ട്, ഒരു കേവ് കാര്യങ്ങളൊക്കെ ആയിട്ട്. കയറിയിട്ടേക്ക് ഇറങ്ങുന്ന ഒരു സ്പോട്ടാ. പിന്നെ ചാടുന്നോ? കഴിഞ്ഞിട്ട് വന്ന വഴിയാ. പകല് വന്നിരുന്നെങ്കിൽ നമുക്ക് ഇറങ്ങാമായിരുന്നു. സീനില്ല, ആക്ച്വലി ഒരു 1 hour പരിപാടി. 1 hour പോയി താഴെ കയറി കെട്ടി ഇറങ്ങണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് കേവ് എത്തുന്നതിന് മുമ്പ് കുറച്ച് ഇറങ്ങാനുണ്ട്. അല്പം ഉള്ളിലായിട്ടാണ് ജിപ്സീസ് പാരഡൈസിൻ്റെ ലൊക്കേഷൻ. ഈ ഏരിയയിൽ അടുത്തായിട്ട് മറ്റ് ക്യാമ്പ് സൈറ്റുകളുമില്ല. എക്സ്ട്രീംലി പീസ്ഫുൾ ആയൊരു അന്തരീക്ഷമാണ് ഇവിടുത്തെ. ഒട്ടും തന്നെ ലൗഡല്ല. കളർഫുൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻസ് ഒന്നും തന്നെ ഞാൻ അധികം കണ്ടില്ലെന്ന് തന്നെ പറയാം. വന്യത നിറഞ്ഞൊരു പ്രത്യേക ഹോണ്ടിങ് ആയ ഒരു വൈബാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് പ്രത്യേകിച്ച് അത് സന്ധ്യ ആകാറാകുമ്പോഴത്തേക്ക് ഒരു വേറൊരു മൂഡ് വരും ഇവിടെ. മൊത്തത്തിൽ അടിപൊളി ഇവിടെ. എന്നെപ്പോലെ ഈ കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്റ്റേ. അത് ഈ ഭാഗം കാണുമ്പോൾ തന്നെ നമുക്കറിയാതെ നോക്കിയാൽ ഒരു എന്തായാലും പറയുന്നത്. വേറെ അങ്ങോട്ടും ഇവിടെ നോക്കാനില്ല. നമ്മളെ അങ്ങോട്ട് ഇറങ്ങി നിന്ന് നേരെ ഇങ്ങനെ നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും ഇത് തന്നെ കാഴ്ച. നമ്മൾ ശരിക്കും ഒരു കാട്ടിനകത്ത് താമസിച്ചാൽ എങ്ങനെ അത് തന്നെ ആ ഒരു ഫീല്. അതെനിക്ക് എങ്ങനെ പറഞ്ഞാണെന്ന് അറിയത്തില്ല. ഇഷ്ടം പോലെ 3% ടെൻസ് ഉണ്ട്, 4% ടെൻസ് ഉണ്ട്. അങ്ങനെ മൊത്തം ഒരു 30 പേഴ്സൺസിന് അക്കോമഡേറ്റ് ചെയ്യാവുന്ന ടെൻസാണുള്ളത്. അത് പുറത്തുള്ള ടെൻസും ഉണ്ട്, അല്ലാതെ ഇങ്ങനെ ഷെഡിൽ ഉള്ള ടെൻസും ഉണ്ട്. അതാകുമ്പോൾ മഴയും വെയിലൊന്നുമില്ല. ഈ സീൻ നോക്കി, ഇതിന് എന്ത് ധാരാളം ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. സന്ധ്യയൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ അന്തരീക്ഷമല്ലേ, ഒരു പ്രത്യേക ഒരു ഹോണ്ടിങ് ആയ ഒരു ഫീലാണ്, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഒന്ന് സ്റ്റേ ആണെന്ന് വെച്ചാൽ അതിനെ പറ്റിയൊരു സാഹചര്യമല്ല എനിക്കുള്ളത്. തിരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു ഷോർട്ട് വീഡിയോ ആണെന്ന് ആദ്യം ഞാൻ പറഞ്ഞത്. അത്യാവശ്യം ഈ ജിപ്സീസ് പാരഡൈസിനെ പറ്റി ഒന്ന് പരിചയപ്പെടുന്ന വീഡിയോ അത്രേ ഉള്ളൂ. ഓൾറെഡി ഈ 10 ക്യാമ്പ് സൈറ്റിലൊക്കെ പോയിട്ടുള്ളവർക്ക് ഈ വീഡിയോ ഇത്രയും കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയുണ്ട് ഈ സ്ഥലമെന്ന്. എന്തായാലും ഇതൊരു പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. എനിക്ക് ഈ കാട് മേടുമൊക്കെ ഭയങ്കര പ്രാന്താണ്, കാട്ടുമൃഗങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്കിതൊരു വല്ലാത്തൊരു വൈബാണ് ഈ സ്ഥലം ഫീൽ ചെയ്തത് ശരിക്കും. ഞാനീ വന്ന വഴിക്കെല്ലാം കണ്ടം കയറി കേട്ടതെല്ലാം, അല്ലാതെ ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല തോന്നുന്നു. ഇവിടെ 2 ക്യാമ്പ് ഫയർസ് ആണുള്ളത്. ഒന്ന് നമ്മൾ വെളിയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലും, ഒന്ന് താഴെ വലത്ത് സൈഡിലായിട്ടും.
ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നോക്കി. രസമല്ലേ? അടിപൊളി, നൈസ് പ്ലേസ്. ഓരോ റിസോർട്ട് ചെല്ലുമ്പോഴും തോന്നും അതാണ് ഏറ്റവും നല്ലത്, ഓരോരുത്തർ ചെല്ലുമ്പോഴും. നമ്മൾ നല്ല കാട് വഴി ഒന്ന് പോയിട്ട് വരാം. അടിപൊളി. ഇതിൽ എങ്ങോട്ടാ പോകേണ്ടത്? താഴോട്ടോ? ഇങ്ങോട്ടോടോ? എൻ്റെ പൊന്നെ, ഇപ്പം വരുവോ ചേടാ? ഇതിനകത്തൂടെ താഴോട്ട് പോകാൻ എനിക്ക് പേടിയാ. അപ്പം അവർ ഓണർമാർ താഴോട്ട് എന്തോ കാര്യത്തിന് പോയിരിക്കുന്നതിനകത്തൂടെ, ഈ കാടിനകത്തൂടെ അങ്ങോട്ട്. ഇതിനകത്ത് ഇറങ്ങാൻ എനിക്ക് വയ്യ, ഈ കാടിനകത്തൂടെ. അവർ ഇതിനകത്തൂടെ ഇവിടുന്ന് അങ്ങോട്ട് പോയിരിക്കുന്നതിനകത്തൂടെ ആണ് അവിടെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇഷ്ടംപോലെ പമ്പുണ്ടായിരുന്നു, അടിപൊളി. ശബ്ദക്കാരൻ കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരു മരം ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നു, പേടിച്ച് തിരിച്ചു വരുവല്ലേ, കാട് പോയിട്ടുണ്ട്. ഇതാണ് അതിന്റെ കളർ ആക്ച്വലി. Break it, eat it. പൊടിച്ചായിരുന്നു. നിങ്ങൾ പകുതി പൈസ നമ്മുടെ കോട്ടയത്തെ പാഷൻ ഫ്രൂട്ട് അല്ലേ കേട്ടോ, നല്ല ഉണ്ടോ? ഇതോ ഒറ്റടി അടിക്കാം, അടിപൊളിയാണ്. നമ്മുടെ അവിടുത്തെ സാധനമേ അല്ലേ? പുളിയില്ലേ? ഒട്ടും ശകലം പോലും പുളി രസമില്ല. മധുരം മഴ പെയ്താൽ മധുരം കാണത്തില്ല, മുട്ടത്തോടൊക്കെ പൊട്ടുന്നു. അങ്ങനെ ഞാൻ ഇഷ്ടം പോലെ പ്ലം ഒക്കെ തിന്ന് വയറും നിറച്ച് ഞാൻ ഇവിടുന്ന് പയ്യെ യാത്ര ഇരിക്കട്ടെ. പഴന്തോട്ടം വ്യൂ പോയിന്റ് അടുത്തുള്ള എൻ്റെ ഫ്രണ്ട്സിനൊപ്പമാണെന്ന് സ്റ്റേ ചെയ്യുന്നത്. അവരും എൻ്റെ കൂടെ ഉണ്ട്. ജിപ്സീസ് പാരഡൈസിൻ്റെ ഓണറോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ അവിടെ നിന്ന് പയ്യെ നീങ്ങട്ടെ. അങ്ങനെ എൻ്റെ ഈ ചെറിയ വീഡിയോ, ഈ ഒരു ഷോർട്ട് വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു യാത്രയും മറ്റൊരു വീഡിയോയും വരുന്നതും വരെ എല്ലാവർക്കും ബൈ. കടയുടെ അവിടെ